എൻ്റെ പേര് അഭിരാമി. എനിക്ക് ഇവിടെ സിവിലിയൻസിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്സ് ആയിരുന്നു. എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, അങ്ങനത്തെ പല പല ചിന്തകളും ക്വസ്റ്റ്യൻസും എൻ്റെ മനസ്സിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന അന്ന് മുതൽ എൻ്റെ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു ഉത്തരം എനിക്ക് കിട്ടിത്തുടങ്ങി. കാരണം അന്ന് ഇവിടെ സ്റ്റാർട്ടിങ് വന്ന അന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ് തൊട്ട് ഇന്നീ നിമിഷം ഇവിടെ ലാസ്റ്റ് ഇരിക്കുന്ന ഈ ഒരു നിമിഷം വരെ എനിക്ക് അതിനുള്ള സൊല്യൂഷൻസ്, കാരണം അത് മാത്രമേ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് അത് ബൂസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഒന്നാമത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഇത്ര കിട്ടുന്നൊരു എക്സ്പോഷർ വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ ഓരോ സപ്പോർട്ടാണെങ്കിലും അത് അത്രയും വലുതാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസ് നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ടീച്ചർ എന്നുള്ളൊരു രീതിയിലല്ലാതെ ആസ് എ ഫ്രണ്ട് നമ്മളെ കൂടെ തന്നെ എപ്പോഴും നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ നമ്മളിലേക്ക് പിന്നെയും നമുക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. നമ്മൾ ഓരോ വീക്ക്നെസ് ആണെങ്കിലും ഓരോ ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് എത്രമാത്രം ഓരോ സ്റ്റുഡൻസിനെയും അവർ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഓരോ ടീച്ചേഴ്സും അത്രയും അവരുടെ രീതിയിൽ അവർ നോക്കുന്നുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സിവിലിയൻസ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ സംബന്ധിച്ച് കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇപ്പോൾ ഞാൻ ബിടെക്കിൽ പഠിച്ച പല സബ്ജക്ട്സ് ആണെങ്കിലും എനിക്കിവിടെ വന്നപ്പോഴാണ് കുറച്ചധികം എനിക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടിയത്. ഇപ്പോൾ FM പോലത്തെ സബ്ജക്ട്സ് ആണെങ്കിലും ഒരു ബിടെക്കിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ലെവലായിരിക്കില്ല നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് കാരണം ഓരോ ടീച്ചേഴ്സും നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആസ് എ പേഴ്സൺ അവർ ഓരോരുത്തർക്കും എത്രമാത്രം മനസ്സിലാവുന്ന രീതിക്ക് തന്നെയായിരിക്കും ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്ട്സിലും അത്രയും ക്ലാരിറ്റി കിട്ടാൻ ഇവിടുന്ന് എനിക്ക് വളരെയധികം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന് എന്നെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു നിമിഷം ലാസ്റ്റ് മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തന്നെ വന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് പല രീതിയിലാണെങ്കിലും, കാരണം ഇവിടെ എഴുതുന്ന ഓരോ വീക്ക്ലി ടെസ്റ്റിലാണെങ്കിലും അതൊരു ബേസിക് എക്സാമ്പിളാണ്. ഓരോ പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ നമുക്ക് എത്രമാത്രം ഓരോ എക്സാമിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ നിമിഷം ഈ സിവിലിയൻസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്ക് കയ്യിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അതിപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും, ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊരു ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് തന്നെ എനിക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ മിസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്നവരെ ഞാൻ ഈ സിവിലിയൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തുടരാൻ തീരുമാനം.